വി എസ് തുറന്നു പറയുന്ന ചില വിഷയങ്ങൾ CPM പോലും അലോസരപ്പെടുത്തിയിട്ടുണ്ട്, അവർക്ക് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. വി എസ് മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം അത് കുറച്ചുകൂടി CPM സ്വീകരിക്കുന്ന നയത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പൊതുവെ രാജ്യത്ത് വി എസ് ഉയർത്തിയ ചില വിഷയങ്ങൾ അത് ആ പാർട്ടിയെയും മുന്നണിയെയും പൊതുവെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും പലപ്പോഴും കേരളത്തിൽ വ്യത്യസ്തമായ ചർച്ചകൾക്ക് വിധേയമാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിലപാട് മാറ്റിയിരിക്കുന്നു. നേരത്തെ CPM ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നേതാക്കന്മാർ, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, മുൻ മുഖ്യമന്ത്രിമാർ, അവർക്കൊക്കെ പ്രധാനമന്ത്രി പദത്തെ സംബന്ധിച്ച് ചർച്ച വന്ന സമയത്തും അതോടൊപ്പം തന്നെ ആ പാർട്ടിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ സ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ വന്ന സമയത്തുമൊക്കെ അതിനെയൊക്കെ നിരാകരിച്ച പാർട്ടി ഇന്നും മാറിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും വി എസിന് ജനങ്ങളുടെ ഇടയിൽ കിട്ടിയ, ഇടതുപക്ഷക്കാർക്കിടയിൽ കിട്ടിയ, പ്രത്യേകിച്ച് CPM അണികൾക്കിടയിൽ കിട്ടിയ ഒരു സ്വീകാര്യതയുണ്ട്. അത് പൊതുവിൽ CPM സ്വീകരിച്ച നയത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. CPM സ്വീകരിച്ച നയം എന്ന് പറയണോ അതോ പിണറായി സ്വീകരിച്ച നയം എന്ന് പറയുന്നതായിരിക്കും? ഒരു ഘട്ടത്തിൽ CPM സംബന്ധിച്ച് പാർട്ടി സെക്രട്ടറി ആണല്ലോ എപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് പലപ്പോഴും വി എസുമായി കലഹിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ബക്കറ്റിലെ വെള്ളം എന്നുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പ്രയോഗമൊക്കെ കൊണ്ടുവരുന്നത് അതിൻ്റെ സാഹചര്യത്തിലാണ്. പലപ്പോഴും ഉദാഹരണവും ഉപമയും ഉൽപ്രേക്ഷയും ഒക്കെ ചേർത്തുകൊണ്ടാണ് വി എസിനെ പലപ്പോഴും കടന്നാക്രമിക്കാനുള്ള സാഹചര്യങ്ങൾ പാർട്ടി നേതൃത്വം, അത് പാർട്ടിക്കകത്തെ യുവ നേതാക്കന്മാർ വരെ വി എസിനെതിരെ കടന്നാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്, പൊതുയോഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്, പൊതുവേദികളിൽ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും വി എസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾ തുറന്നു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ശക്തിക്ക് ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. ഇന്ന് രാജ്യം തിരിച്ചറിയുന്നത് വി എസിൻ്റെ ആ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ പൊതുവെ കേരള രാഷ്ട്രീയത്തിൽ തെറ്റായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പരുമലയിലെ 3 വിദ്യാർത്ഥികൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ വി എസ് അന്ന് പറഞ്ഞത് കേരളീയ സമൂഹത്തിനും മനസാക്ഷിക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പാൻസിൻ്റെ പോക്കറ്റിൽ വെള്ളം കയറിയാണ് കുട്ടികൾ മരിച്ചത് എന്ന് പറയുന്ന, മരണപ്പെട്ട കുട്ടികളെ അധിക്ഷേപിക്കുന്ന, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന, അതിനോടെല്ലാം തെറ്റായ നയം സ്വീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ആളാണ് വി എസ്.